സൂര്യാഘാതമേറ്റ് തിരുവനന്തപുരത്ത് യുവാവിന് ദാരുണാന്ത്യം. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കാരോട് കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കരുണാകരനാണ് മരിച്ചത്. നെയ്യാറ്റിൻകര കോടതിയിലെ ബെഞ്ച് ക്ലർക്കാണ് കരുണാകരൻ. കാസർഗോഡ് കുമ്പളയിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരിക്കും സൂര്യാഘാതമേറ്റു. കഴിഞ്ഞ ദിവസം കാലടിയിൽ അനില എന്ന യുവതിയും സൂര്യാഘാതമേറ്റ് മരിച്ചിരുന്നു. മാർക്കറ്റിലെത്തിയ അനില പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ സംസ്ഥാനത്ത് സൂര്യാഘാതമേൽക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം സൂര്യാഘാതമേറ്റാണെന്ന് തെളിഞ്ഞത്. നേര്യമംഗലത്ത് മറ്റു 3 പേർക്ക് പൊള്ളലേറ്റതായും റിപ്പോർട്ടുണ്ട്. വെയിൽ തീവ്രമായ സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കാലവർഷം നേരത്തെ പെയ്തൊഴിഞ്ഞത് സംസ്ഥാനത്ത് ചൂട് അധികരിക്കാൻ കാരണമാകുന്നു. വരണ്ട അന്തരീക്ഷം, മഴയുടെ കുറവ് എന്നിവയ്ക്ക് പുറമെ വരണ്ട വടക്കു കിഴക്കൻ കാറ്റ് കേരളത്തിലേക്ക് എത്തുന്നതും ചൂട് കൂടാൻ കാരണമായി. ശൈത്യം വിടവാങ്ങും മുൻപേ വേനൽ എത്തിയതോടെ സംസ്ഥാനം മുൻപെങ്ങുമില്ലാത്ത വിധം ചുട്ടുപഴുക്കുകയാണ്. ഉടൻ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ 2015 ശേഷമുള്ള കൊടിയ വേനലിന് സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നേക്കുമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. ആഗോളതാപനത്തിന്റെ ഭാഗമായ കാലാവസ്ഥ മാറ്റം കേരളത്തെയും ബാധിക്കുന്നുവെന്ന ആശങ്ക ശക്തമാവുകയാണ്. കേരളത്തിൽ ജനുവരി 1 മുതൽ ലഭിക്കേണ്ട മഴയിൽ 33% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഴ അകന്നു നിൽക്കുന്ന അവസ്ഥ തുടർന്നാൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഈ വർഷം റെക്കോർഡ് ചൂടാവും രേഖപ്പെടുത്തുക. വയനാട് ഇപ്പോൾ തന്നെ വരണ്ടുടങ്ങിക്കഴിഞ്ഞു. 3 പേർക്ക് ഇതിനകം തന്നെ അവിടെ സൂര്യാഘാതമേറ്റു. സംസ്ഥാനത്തെ താപനിലയിൽ വലിയ തോതിലുള്ള വ്യതിയാനമാണ് സംഭവിച്ചിരിക്കുന്നത്. പലയിടത്തും ഉയർന്ന താപനില 38 ഡിഗ്രി കടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില 3 ഡിഗ്രിയോളം വർദ്ധിച്ചെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അടുത്ത 4 ആഴ്ച ഈ നില തുടരാനാണ് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. ഇത്തവണ വേനൽ ചൂട് സാധാരണയിൽ നിന്നും ഉയരുകയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളെയാണ് സംസ്ഥാനത്ത് വേനൽക്കാലമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി പകുതി പിന്നിട്ടപ്പോഴേക്കും സ്ഥിതിവിശേഷം മാറി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം 38.2 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ശരാശരി 3 ഡിഗ്രിയോളം ചൂട് കൂടി. മധ്യ കേരളത്തിൽ ശരാശരി 2 ഡിഗ്രി ചൂടാണ് കൂടിയത്. മാർച്ച് 21 വരെ സൂര്യരശ്മികൾ സംസ്ഥാനത്തേക്ക് തീക്ഷ്ണമായി പതിക്കുമെന്നതിനാൽ വരും ദിവസങ്ങളിലും കനത്ത ചൂടാകും സംസ്ഥാനത്ത് അനുഭവപ്പെടുക. ലോകം കണ്ട ഏറ്റവും വലിയ ചൂടിന് 2015 രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. ഏതാണ്ട് അതിനു സമാനമായ അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയതോടെ ജോലി സമയം ക്രമീകരിക്കാനുള്ള അറിയിപ്പ് ലേബർ കമ്മീഷണർ നൽകിക്കഴിഞ്ഞു. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനം പ്രളയത്തിന് ശേഷം മറ്റൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്നത്. ദുരന്തങ്ങളെ കുറിച്ചുള്ള ഇന്റർനാഷണൽ ഡേറ്റാബേസിൽ നിന്നുള്ള കണക്കുകളാണ് 2015 ചൂടിന്റെ കാഠിന്യം വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 3302 പേരാണ് അന്ന് കനത്ത ചൂടിൽ മരിച്ചത്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് അന്ന് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. 47.1 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അത്. പിന്നീട് ചിലയിടങ്ങളിൽ ചൂട് 48 ഡിഗ്രി വരെ ഉയർന്നതായി പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കേരളത്തിൽ ഇപ്പോൾ തന്നെ ചൂട് 40 ഡിഗ്രിയോട് അടുക്കുന്നത് ദുസൂചനയാണ് നൽകുന്നത്. കാലവർഷം എത്താൻ 3 മാസം കൂടി സമയമുള്ളതിനാൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനം വെന്തുരുകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.